അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 5-ാം അധ്യായം സന്യാസയോഗം. സന്യാസയോഗത്തിന് ചില പുസ്തകങ്ങളിൽ കർമ്മസന്യാസയോഗം എന്നും കാണാം. ചില അധ്യായങ്ങൾക്ക് ചില പേരുകൾ ചെറിയ വ്യത്യാസത്തോടു കൂടി, പക്ഷേ അർത്ഥത്തിന് വലിയ മാറ്റമൊന്നുമില്ലാതെയും കാണാം നമുക്ക്. അപ്പോൾ കർമ്മസന്യാസയോഗമെന്നും സന്യാസയോഗമെന്നും രണ്ടും പറഞ്ഞു പോരാറുണ്ട്. എന്തായാലും എന്താണ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത? ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അർജുനൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അർജുനൻ്റെ എല്ലാ ചോദ്യങ്ങളും ഗീതയിൽ നമ്മുടെ ചോദ്യങ്ങൾ തന്നെയാണ്. അതിന് വളരെ കാലിക പ്രസക്തിയുമുണ്ട്. ഇന്നും ഒരുപാട് പേരെ സംബന്ധിച്ച് ഈ മാർഗത്തെ അറിയാനും ഇതിൽ സഞ്ചരിക്കുന്നവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ചിലർക്കൊക്കെ ചിലരെക്കുറിച്ചൊരു മതിപ്പില്ലായ്മയ്ക്കും കാരണമാകുന്നത്, ചിലർക്ക് അവർ മതിപ്പ് കൽപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട്, സ്വാമി, നിങ്ങളെപ്പോലുള്ളവരൊക്കെ ജ്ഞാനികൾ, നിങ്ങൾ ഈ മാർഗത്തിൽ ചരിക്കുന്നു, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ, ഞങ്ങൾ ഈ കർമ്മമൊക്കെ ചെയ്ത് പിന്നെ കർമ്മയോഗികളൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെ കർമ്മവും ഇതൊക്കെ ഇതിലൊന്നും ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ ജന്മങ്ങളുടെ ആവശ്യമുണ്ടാവും ഈ മാർഗത്തിൽ എത്തിച്ചേരാൻ. അങ്ങനെയൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകളെ മുഴുവൻ അർജുനൻ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1-ാം അധ്യായം ഭഗവത്ഗീത അർജുന വിഷാദ യോഗമായിരുന്നു. അർജുനൻ്റെ വിഷാദമാണ് വിസ്തരിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ആരെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി അത് കാണണം എന്ന് അപേക്ഷിക്കുന്നു. യൂട്യൂബിൽ തന്നെ ഉണ്ട്. 2-ാം അധ്യായം സാംഖ്യയോഗം, പരമമായ ജ്ഞാനത്തെ ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് അതിലാണ്. പിന്നെ 3-ാം അധ്യായം കർമ്മയോഗം. ആ 3-ാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്ന വളരെ പ്രസക്തമായ പല ചോദ്യങ്ങളുമുണ്ട്. 2-ാം അധ്യായത്തിൽ തന്നെ കർമ്മത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ കർമ്മയോഗ നിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ചതുർ നിയമങ്ങൾ, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേ ദുർഭൂഹു മാതേ സങ്കോസ്ത്വ കർമ്മണി എന്നുള്ളതൊക്കെ. കർമ്മം ചെയ്യാൻ നിനക്ക് അധികാരം, അവകാശമുണ്ട്, കർമ്മഫലത്തിലില്ല, കർമ്മഫലത്തിന് നീ ഹേതുവാകരുത്, കർമ്മം ചെയ്യാതിരിക്കുക എന്നത് ഒരിക്കലും നിന്നിൽ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് അതിന് വിശദീകരണങ്ങൾ കൊടുത്തു. ഉണ്ടായ സംശയങ്ങൾ അർജുനൻ അപ്പം മുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. ജ്ഞാനമാർഗം ശ്രേഷ്ഠമാണ്, അതിനെ സാംഖ്യം എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ട്. അപ്പോൾ അർജുനൻ ചോദിച്ചു, എന്തിനാണ് എന്നെക്കൊണ്ട് ഈ കൊല്ലാക്കൊല ചെയ്യിക്കുന്നത്? എന്തിനാണ്? അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ എന്തിനാണ് എന്നെക്കൊണ്ട്, ഞാൻ എന്തിന് ഈ കൊടിയ പാപം ചെയ്യണം? കിം നിയോജയസി കേശവ, എന്നെ എന്തിനാണ് ഇതിൽ വലിച്ചഴിച്ചിരിക്കുന്നത്? അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ എന്നിൽ ഒരുമാതിരി എന്താ പറയുക, കുഴച്ചിട്ടതുപോലെ തോന്നുന്നു. വ്യാമിശ്രേണൈവ വാക്യേന ബുദ്ധി മോഹയസീവമേ തദ്ദേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാപ്നുയാം എന്നൊക്കെ അർജുനൻ ചോദിച്ചു. ഏതെങ്കിലും ഒന്ന് നിശ്ചയിച്ചുറപ്പിച്ച് പറയൂ, എനിക്ക് ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഭഗവാൻ അതിന് ഉത്തരമായിട്ട് അർജുനന് വളരെ മനോഹരമായിട്ട് തന്നെ കർമ്മം എന്താണ്, യോഗം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്തമയാനക ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. സാങ്ക്യന്മാർക്ക് ജ്ഞാനയോഗത്തെയും കർമ്മയോഗികൾക്ക് കർമ്മത്തെയും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്താ വേണ്ടത്? സന്യസ്ത സർവകർമാണി, സർവകർമ്മങ്ങളെയും സന്യസിക്കുന്ന വിദ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആരാണോ കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ പശ്യേത് സബുദ്ധിമാൻ മനുഷ്യേഷു കൃഷ്ണകർമ്മകൃത്, ചെയ്യേണ്ടതൊക്കെ ചെയ്തവൻ അവനാണ്. കർമ്മമില്ലായ്മയിൽ കർമ്മത്തെ കാണുകയും കർമ്മത്തിൽ കർമ്മമില്ലായ്മയെയും കാണുന്നവനാരാണ്? 4-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഉപസംഹരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്താണ് ജ്ഞാനയോഗ രഹസ്യം? അറിയാത്തവനെ സംബന്ധിച്ച് അവനൊരു കർമ്മയോഗിയായി ഇരിക്കുക എന്നുള്ളത്
സംഭാവ്യമായിട്ടുള്ളതല്ല. അതാണ് അതിൻ്റെ രത്നചുരുക്കം. അതേസമയം തന്നെ കർമ്മയോഗി എന്ന നിലയിലല്ലാതെ ജ്ഞാനയോഗിയായിരിക്കാനും സാധ്യമല്ല. ഇത് രണ്ട് പരസ്പര പൂരകങ്ങളാണോ ഏതാണ് ചെറിയൊരു അവ്യക്തത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ അവ്യക്തതയിൽ നിന്നാണ് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. എന്താണ് അർജുനൻ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ, സന്യാസ യോഗത്തിൽ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അർജുനൻ്റെ ചോദ്യമാണ്. അർജുനൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഈ കർമ്മമാണോ സന്യാസമാണോ, ഏതാണ് മോക്ഷത്തിന് ഉതകുന്നത്, അതൊന്ന് തെളിച്ചു പറയണം എന്ന് വീണ്ടും അർജുനൻ പറയുകയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചയം. വളരെ വ്യക്തമായി അടുക്കും ചിട്ടയോടും കൂടി ഒരു പഠിതാവിനെ പോലെ അർജുനൻ ഒരുപാട് വളർന്നു. ആ പഠിതാവിനെ പോലെ ആ ഗുരുവിനോട് ചോദിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഹേ കൃഷ്ണ, അല്ലയോ ഭഗവാനെ, എന്താണ് കർമ്മണാം സന്യാസം കർമ്മണാം, കർമ്മങ്ങളുടെ സന്യാസത്തെ, പരിത്യാഗത്തെ, കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനെ, അതേസമയം പുനഃ യോഗം ച, അങ്ങ് വീണ്ടും യോഗത്തെ, പ്രശംസസി എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രശംസിക്കുന്നു, അങ്ങ് യോഗത്തെ പ്രശംസിക്കുന്നു. അപ്പം അർജുനൻ മനസ്സിലാക്കുന്നത് കർമ്മയോഗം ഓക്കെ അങ്ങത് പറയുന്നുണ്ട്, പക്ഷേ അങ്ങ് ഈ ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഏതയോഹോ യത് ശ്രേയ, ഇത് രണ്ടിൽ ഏതാണ് ശ്രേയസ്കരം, മോക്ഷത്തിന് ഉതകുന്നത് ഏതാണ്? അതുകൊണ്ട് തത് ഏകം സുനിശ്ചിതം, അത് നിശ്ചയിച്ചുറപ്പിച്ച് മേ ബ്രൂഹി, എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പം ഈ കർമ്മമാണോ യോഗമാണോ? യോഗത്തിന് സന്യാസം, കർമ്മയോഗം, ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ അർജുനൻ തന്നെ ഭഗവാനോട് പറയുകയാണ്. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാപ്രോക്ത മയാനക ജ്ഞാനയോഗേന സാങ്ക്യാനാം കർമ്മയോഗേന യോഗിനാം. ഞാൻ മുമ്പ് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് രണ്ട് മാർഗങ്ങൾ, ജ്ഞാനികൾക്ക് ജ്ഞാനത്തെയും കർമ്മയോഗികൾക്ക് കർമ്മത്തെയും എന്ന്. ഇവിടെ വരുമ്പം അതിന് വീണ്ടും ഒരു പ്രസക്തി ഏറുകയാണ്. അതിൻ്റെ വിചാരം നന്നായിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. ഇത് ചാന്തോക്യോപനിഷത്ത്, ചാന്തോക്യം ആരംഭിക്കുന്നത് തന്നെ വലിയൊരു ഉപനിഷത്താണ്. ബൃഹദാരണ്യകം കഴിഞ്ഞാലുള്ള വലിയ ഉപനിഷത്ത് ചാന്തോക്യമാണ്. അതിലാണ് തത്വമസി മഹാവാക്യമൊക്കെ വരുന്നത്. അതിലാണ് അതൊക്കെ ഓരോന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്, സ്വതന്ത്രമാണ് ഓരോ കാണ്ഡങ്ങളും. അപ്പം അതിൽ ഈ ദേവാസുരന്മാരുടെ പ്രജാപതിയുടെ അടുത്ത് പോകുന്ന കഥയുണ്ട്. അതിതാണ്, വളരെ രസമായിട്ടുള്ളതാണ്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഫിലോസഫിയാണ്, വളരെ ലളിതവുമാണ്. ഈ ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ, അസുരന്മാരുടെ നേതാവാണ് വിരോചനൻ. ഇവർ രണ്ടുപേരും പ്രജാപതിയുടെ മക്കളാണ്. നമ്മൾ ഈ മുമ്പ് ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സഹയജ്ഞ പ്രജാസൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ് എന്ന്. ഈ ലോകത്ത് ജീവിക്കേണ്ടുന്നതിൻ്റെ മര്യാദയെക്കുറിച്ച് പ്രജാപതി പ്രജകൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു. എന്തുകൊണ്ട്? പരസ്പര സഹകരണത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രജാപതിയെ കാണാൻ വേണ്ടിയിട്ട് വിരോചനനും അതുപോലെ ഇന്ദ്രനും പ്രജാപതിയുടെ അടുത്തെത്തുകയാണ്. അങ്ങനെ പ്രജാപതിയുടെ അവിടെ എത്തിയിട്ട് ഇവരവിടെ കുറേ കാലം
അവിടെ താമസിച്ചു. പ്രജാപതിയുടെ അവിടെ എത്തിയിട്ട് പ്രജാപതിയെ കണ്ട് കാര്യം പറയാനായിട്ട് അവർക്ക് അവിടെ 32 വർഷം താമസിക്കേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പ്രജാപതി ഇവർ രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്താ വരവിൻ്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, അങ്ങ് ആത്മാവിൻ്റെ അനശ്വരതയെ, അതായത് ആത്മാവ് നാശമില്ലാത്തതാണ്, ആത്മാവിനെ അറിയുന്നവൻ എല്ലാം അറിഞ്ഞവനാകുന്നു, ആത്മലബ്ധിയേക്കാൾ ആത്മലാഭം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനെയും ജയിച്ചവനാണ്. അപ്പോൾ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ടുപേരും, വിരോചനനും അതെ ഇന്ദ്രനും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രജാപതി പറഞ്ഞു, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, വേറെന്തൊക്കെ കേട്ടു എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ ആത്മാവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അത് മുറിക്കാൻ പറ്റുന്നതല്ല, അതിനെ കുതിർക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ആത്മാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ആത്മാവ് എന്ന് പറയുന്നത് ഈ കാണുന്ന പുരുഷൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരാളാണ് ഉപദേശിക്കുന്നത്. ആരാണ്? പ്രജാപതി. കേൾക്കുന്നത് ആരാ? രണ്ടുപേരാ. അപ്പോൾ ഇവർ രണ്ടുപേരും ആലോചിച്ചു, ഏത് പുരുഷൻ്റെ കാര്യമായി പറയണത്? രണ്ടുപേരും ആലോചിച്ചു, നമ്മളെയൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഇവരുടെ ആലോചനയിൽ നിന്ന് വീണ്ടും അവർ ചോദിച്ചു, ഏതാണ് ഈ പുരുഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണാടിയിൽ നോക്കാൻ. കണ്ണാടിയിൽ എന്ന് പറയുന്നതിന് അവിടെ പ്രജാപതി നിർദ്ദേശിക്കുന്നത് ജലത്തിലാണ്. ജലത്തിൽ പ്രതിബിംബം കാണാമല്ലോ, കണ്ണാടിയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും പോയി കണ്ണാടിയിൽ നോക്കി. ഈ പറഞ്ഞ പോലെ ജലത്തിൽ അവരുടെ പ്രതിബിംബം കണ്ടു, അവരുടെ തന്നെ പ്രതിബിംബം കണ്ടു. അങ്ങനെ അവർ ചോദിച്ചു, ഓ, അപ്പോൾ ഇതാണ് ആ പുരുഷൻ? അതെ. അപ്പോൾ ചോദിച്ചു, ഇത് തന്നെയാണോ? അപ്പോൾ പ്രജാപതി ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി നഖമൊക്കെ മുറിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളതിൽ പോയി നോക്കാൻ പറഞ്ഞു, വീണ്ടും നോക്കാൻ. അങ്ങനെ ഇവർ നല്ല കുട്ടപ്പന്മാരായി, നല്ല ഉഷാറായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നോക്കും. പ്രതിബിംബം കാണുമ്പോൾ അത് തന്നെ, അപ്പോൾ നന്നായിരിക്കുന്നുണ്ട് ആത്മാവ്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചുപോയി. ഈ തിരിച്ചു പോകുമ്പോൾ വിരോചനൻ വാണമിട്ട പോലെ പോയി, ഇന്ദ്രനും അത്. അപ്പം തിരിച്ചിവരിങ്ങനെ പോകുമ്പം പ്രജാപതി സ്വയം പറയുകയാണ്, കഷ്ടം, ആത്മാവിനെ അറിയാൻ വന്നിട്ട് ഇതറിയാതെ പോകുന്നു. അത് ദേവനായാലും അസുരനായാലും ഇവനൊക്കെ നാശം തന്നെ ഗതി എന്ന്. അങ്ങനെ വിരോചനൻ അസുരലോകത്തെത്തി ബാക്കിയുള്ള അസുരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി മൂപ്പര് ഒരു സത്സംഗം നടത്തി. സത്സംഗം അല്ല, അതൊരു ദുസ്സംഗമാണ്. കാരണം സത്തിനോട് അടുപ്പിക്കാത്തതൊക്കെ ദുസ്സംഗമാണ്, സത്തിനോട് ചേർക്കുന്നതാണ് സത്സംഗം. അപ്പോൾ ഈ വിരോചനൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, വരിക, ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം ഉപദേശിക്കാൻ പോവുക. അച്ഛൻ പ്രജാപതി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ശരീരമാണ് ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുക, ശരീരത്തെ പോഷിപ്പിക്കുക, ശരീരത്തെ സന്തോഷിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ പരലോകത്ത് എവിടെയും നമുക്ക് സുഖം കിട്ടും.
അതുകൊണ്ട് നിങ്ങൾ അതിൽ വ്യാപൃതരായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവന്മാർക്കുള്ള ഈ എന്താ പറയുക, എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത് ഉപനിഷത്ത്. ദാനധർമാദികളോ ഇത്യാദി കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വിരോചനൻ്റെ ഫിലോസഫിയിൽ നിന്നാണ് ഈ ഋണം കൃത്വ ഘൃതം യാവത് ജീവേത് സുഖം ജീവേത്. എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുക, സുഖം ജീവേത്. അതിനെന്ത് വേണം? എങ്ങനെ ഇപ്പം ജീവിക്കുക? അടിച്ചു പൊളിക്കാൻ അതിനാണ് കടം മേടിക്കണം. ഋണം കൃത്വ കടം മേടിക്കുക, ഘൃതം പിബേത് നെയ്യ് കുടിക്കുക. നെയ്യ് എന്ന് പറഞ്ഞാൽ ഭോഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൃത്വ, എന്നിട്ടോ ഈ വക സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൽ മേടിക്കുക. അങ്ങനെ മേടിച്ച് ഈ ക്രെഡിറ്റ് തീർക്കാൻ വേറൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക, എന്നിട്ട് അതിനെ തീർക്കുക. അപ്പോഴേക്കും ഇതിന്ന് കൂടും, അപ്പോൾ വേറൊന്ന്, ഇങ്ങനെ കടം മേടിച്ച് അടിച്ച് പൊളിക്കുക. ഋണം കൃത്വ ഘൃതം പിബേത്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഒരു നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയാവുമല്ലോ. അപ്പോഴെന്ത് ചെയ്യും? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. അസ്യ ദേഹസ്യ, ഈ ദേഹത്തിന്, ഈ ദേഹം ഭസ്മമായാൽ കത്തിച്ചു ഭസ്മാവുമല്ലോ. പുനരാഗമനം കുതഃ, പിന്നെ ഇതെങ്ങനെ തിരിച്ചു വരാനാ? പിന്നെ ആർക്ക് നമ്മൾ കടം കൊടുത്ത് ഈ കടം ചോദിച്ചവരൊക്കെ തിരിച്ചു കൊടുക്കണം? വേണ്ടല്ലോ. പിന്നെ അതാരും ചോദിക്കില്ലല്ലോ. കഴിഞ്ഞില്ലേ, നമ്മളോടുകൂടി എല്ലാം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എത്ര കാലം ഉണ്ടോ അത്ര കാലം അടിച്ച് തകർത്ത് ജീവിക്കുക. ചാർവാകൻ്റെ ഫിലോസഫിയാണ്. എന്തായാലും വിരോചനൻ്റെ ഇത് കേട്ടിട്ട് മരിച്ചവരെയൊക്കെ തന്നെ നന്നായിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിപ്പിച്ച് പറഞ്ഞയക്കാൻ തുടങ്ങി. മരണാനന്തര ചടങ്ങിന് മുമ്പ് ഈ പറഞ്ഞ പോലെ അണിയിച്ചൊരുക്കി വിടുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവിടെ പോയാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. പരലോകത്ത് പോയിട്ട് ഈ വസ്ത്രമൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും, ഒരു കുറവും ഉണ്ടാവരുതെന്നുണ്ട് അവസാനം വരെ. ഇന്ദ്രൻ ഈ ഉപദേശം കേട്ടിട്ട് ഇന്ദ്രൻ്റെ സഭയിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മൂപ്പര് വഴിയോരത്തൊക്കെ ഇങ്ങനെ ആലോചന തകൃതിയായി നടത്താൻ തുടങ്ങി. അപ്പം ഇന്ദ്രന് ഒരു സംശയമായി. ഈ ആത്മാവിനെ അറിഞ്ഞാൽ, ഇന്ദ്രൻ്റെ സംശയമാണ്, ആത്മാവിന് ഈ പറഞ്ഞതുപോലെ ആത്മാവിനെ അറിഞ്ഞവൻ നിർഭയനാകുന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആത്മാവിന് ഒരു തരത്തിലുള്ള വൈകല്യങ്ങളും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ കണ്ട, ജലത്തിൽ പ്രതിബിംബത്തിൽ കണ്ട പുരുഷന് കൈയില്ലാത്തവനാണ് അതിൽ നോക്കുന്നതെങ്കിൽ കൈയില്ലാത്തവനെയല്ലേ കാണുക? അതെങ്ങനെ ശരിയാവും? ഇത് ഭയത്തെ തീർക്കുന്നില്ലല്ലോ, ഭയമില്ലാതെയാകും, നിർഭയത്വം തരുന്നില്ലല്ലോ, ഭയം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. മൂപ്പര് വേഗം അവിടെ ചമതക്കോലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൈ കൊണ്ടുപോകണമല്ലോ. ചമതയാണ്, ഹവനം ചെയ്യാനുള്ള ചമത അതിൻ്റെ പ്രതീകമാണ്. മൂപ്പര് ചമതയും ശേഖരിച്ച് വീണ്ടും പോയി അവിടെ. ഇന്ദ്രനെ കണ്ടപ്പോൾ പ്രജാപതിക്ക് തോന്നി, എന്താ വരവ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അതങ്ങോട്ട് ശരിയാവുന്നില്ല. തൻ്റെ ഈ സംശയത്തെ, താൻ മനനം ചെയ്ത് കിട്ടിയ ഈ സംശയത്തെ പ്രജാപതിയോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? പ്രജാപതി പറഞ്ഞു, നിൻ്റെ ചിന്ത ശരിയാണ്, ക്ലിയറായിട്ടാണ് നീ പോകുന്നത്, നിൻ്റെ ചിന്ത ശരി, ഓക്കെ മോനെ, നീ ഒരു കാര്യം ചെയ്യും, ഒരു 32 കൊല്ലം കൂടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പര് വീണ്ടും ഒരു 32 കൊല്ലം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രജാപതി പറഞ്ഞു, ഇന്ദ്ര, നീ സ്വപ്നം കാണാറില്ലേ? ഈ സ്വപ്നത്തിൽ കാണുന്നയാള് അവനാണ് ആത്മാവ്, ആ പുരുഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ അത് കേട്ടുപോയി.
ഇതേപോലെ വഴിയിൽ മൂപ്പരിങ്ങനെ ഈ ചിന്തയിലാണ് പോണത്. അപ്പം ഇന്ദ്രൻ വിചാരിച്ചു, അതെങ്ങനെ ശരിയാവുന്നത്? സ്വപ്നത്തിൽ ഒരാൾക്ക് പലതും സംഭവിക്കാം. ഈ ഇപ്പോൾ ഉള്ള ആൾക്ക് ഉള്ള രോഗങ്ങളൊന്നും സ്വപ്നത്തിൽ ആൾക്കില്ലല്ലോ. മുറിവേറ്റ ഒരുവൻ സ്വപ്നത്തിൽ അങ്ങനെ മുറിവേറ്റവനല്ലല്ലോ. കണ്ണ് കാണാത്തവൻ, ഇന്ദ്രൻ പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത ഒരുത്തൻ സ്വപ്നം കാണുന്ന സമയത്ത് അവൻ കണ്ണുള്ളവനായിട്ട് കാണുന്നു. അപ്പം അതാരാണ്? അത് ശരിയാണെന്ന് അത് ആത്മാവാണെന്ന് തോന്നുന്നില്ല. അതാണ് ആ പുരുഷനെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇതറിഞ്ഞതുകൊണ്ട് ഞാൻ നിർഭയനാവുന്നുമില്ലല്ലോ. ആത്മാവിനെ അറിഞ്ഞാൽ നിർഭയനാവുന്നതാണല്ലോ. അതെങ്ങനെ ശരിയാവും? വീണ്ടും മൂപ്പര് ചമതക്കോല് തെരഞ്ഞ് അതുമായിട്ട് തിരിച്ചു വന്നു. പ്രജാപതിയോട് പറഞ്ഞു, ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് എൻ്റെ ചിന്തയിൽ വന്നു, ഇതെങ്ങനെ ശരിയാവും? പ്രജാപതി പറഞ്ഞു, കൃത്യമാണ് നിൻ്റെ വഴി, നിൻ്റെ ചിന്തകളൊക്കെ കൃത്യമാണ്. ഒരു കാര്യം ചെയ്യൂ, ഒരു 32 കൂടെ അനുവദിച്ചു കൊടുത്തു. 32 കഴിഞ്ഞു. ഇന്ദ്രനോട് പറഞ്ഞു, മോനെ ഇന്ദ്ര, ഈ ഗാഢ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്, സ്വപ്നവും ഇല്ലാത്ത അനുഭവം. അതാണ് ആത്മാവ്. ഒരു പെട്ടി മടക്കിപ്പോയി, വഴിയിലെത്തി. അതെങ്ങനെയാണ് ശരിയാവുക? ഗാഢസുഷുപ്തിയിൽ ഞാനൊന്നും അറിയുന്നില്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ല എന്നല്ലേ അനുഭവം. അതെങ്ങനെ ആത്മാവാകും? മാത്രമല്ല, ആ അറിവ് പറഞ്ഞതുകൊണ്ട് എന്ത് ആത്മലാഭം, എന്ത് നിർഭയത്വമാണ് കിട്ടുന്നത്? എങ്ങനെ ഞാൻ എല്ലാറ്റിനെയും ജയിച്ചവനാകുന്നത്? ചമതക്കോലുമായിട്ട് തിരിച്ചു പോകുന്നു. പ്രജാപതിയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്. പ്രജാപതി പറഞ്ഞു, മോനെ, നിന്റെ മനനത്തിൻ്റെ വഴി ശരിയായ വഴിയിലാണ്. ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു 32 വർഷം കൊടുത്തില്ല. 32 കഴിഞ്ഞതാ. അത്ര വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് പ്രജാപതിക്ക്. പ്രജാപതി പറഞ്ഞു, ഒരു 5 വർഷം കൂടെ. അങ്ങനെ 5 വർഷം കൂടെ കഴിഞ്ഞപ്പം 101 വർഷമായി. ഒരു ചോദ്യം ചോദിച്ച് പെട്ടതാണ് മൂപ്പര്. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ഇന്ദ്ര, ആത്മാവ് ഈ വായുവിനെ പോലെയാണ്. വായുവിനെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. വായുവിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. ആത്മാവ് എല്ലാറ്റിനും ഇടം കൊടുക്കുന്നതാണ്. ആത്മാവിൻ്റെ വാസസ്ഥാനവുമാണ് ശരീരം. അത് ഓരോ ശരീരങ്ങളിലും വസിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ ആത്മാവിന് എന്തുണ്ടാവുന്നില്ല? നാശം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ആത്മാവാണ്. അപ്പം ഇന്ദ്രൻ എല്ലാം ആത്മാവാണ് എന്ന് ഇന്ദ്രന് ബോധ്യപ്പെടുമ്പോൾ ഇന്ദ്രൻ സ്വയം ചോദിക്കുക, അപ്പം എനിക്ക് ആരെയാണ് ജയിക്കേണ്ടത്? ജയിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ എന്തിന് ആരോട് വിരോധം വെക്കണം? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനു പശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിചുഗുപ്സതേ. അപ്പോൾ ആത്മാവാണ് എല്ലാം എന്നറിയുമ്പോൾ എന്തുണ്ടാവുന്നില്ല? ഈ പറഞ്ഞ രാഗദ്വേഷങ്ങളും ഭയവും വിദ്വേഷവും ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാറ്റിനെയും ജയിച്ചവനാകുന്നു. അത് അനുഭവമാകുന്നു, ആ അറിവ്. അങ്ങനെ ഇന്ദ്രൻ സ്വസ്ഥനായി തിരിച്ചു പോകുന്ന ഒരു പ്രകരണം ചാന്തോക്യത്തിലുണ്ട്. ഇവിടെ അർജുനനും ഈ ചോദ്യത്തിലൂടെ
ഈ വിരോചനൻ്റെയും ഇന്ദ്രൻ്റെയും അവസ്ഥയിൽ, ഒരു വിരോചനൻ്റെ ഒരു അവസ്ഥയിൽ അർജുനൻ നിലനിൽക്കുകയാണ്. അർജുനൻ തെറ്റായി മനസ്സിലാക്കുന്നുണ്ട്. അർജുനൻ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? 2 മാർഗങ്ങളുണ്ട് എന്ന്. ഭഗവാൻ പറഞ്ഞതും അങ്ങനെയാണ്. സാംഖ്യയോഗേന കർമ്മയോഗേന. അപ്പോൾ അർജുനൻ വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കുന്നു, സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി. അങ്ങ് യോഗത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു, കർമ്മത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും പരിത്യാഗത്തെക്കുറിച്ചും അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്? അതുകൊണ്ട് അർജുനൻ വീണ്ടും പറയുന്നത്, ദയവ് ഇത് 2ആക്കി പറയരുത്, ഏതെങ്കിലും ഒന്ന് പറയുന്ന. ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. വീണ്ടും അർജുനൻ ട്രാപ്പിലാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. ട്രാപ്പിലാവുക എന്ന് പറഞ്ഞാൽ അർജുനന് സംശയം ഉണ്ടാവുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്താ പറയുന്നത് ഭഗവാൻ? സന്യാസ കർമ്മയോഗ ച. അർജുന, സന്യാസവും, നോക്കൂ, ഇവിടെ അർജുനൻ ട്രാപ്പിലായതിനേക്കാൾ വലിയ ട്രാപ്പിൽ നമ്മൾ വീഴും. അതേതാണ് ട്രാപ്പ്? സന്യാസം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ കാവി, രുദ്രാക്ഷം, പേര്, ആശ്രമവും നിങ്ങളുടെ മനസ്സിലുള്ള കുറേ സന്യാസിമാരുടെ ചിത്രങ്ങളും, അത് തന്നെ വലിയ ട്രാപ്പാണ്. നോക്കൂ, ഈ ഇവിടെ പറയുന്ന ഭഗവത്ഗീതയിൽ പറയുന്ന സന്യാസത്തിന് കാവിയും താടിയും ആശ്രമവും പേരുമായിട്ട് ഒരു ബന്ധവുമില്ല. നന്നായി മനസ്സിലാക്കണേ. ഇനി കർമ്മയോഗികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ അങ്ങനെയും നിങ്ങൾ തൽക്കാലം നിങ്ങൾ ഒരു കോളത്തിനകത്ത് പോയിട്ട് ഇരിക്കേണ്ട. നിങ്ങൾ ഒന്നിൻ്റെയും ഫാൻസ് അസോസിയേഷനോ ആവണ്ട, അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കരുത്. ഇപ്പോൾ നിങ്ങളിത് കേൾക്കും. അപ്പം ഇവിടെ സന്യാസം എന്ന് പറയുമ്പോൾ ഈ കാവി, രുദ്രാക്ഷവും പേരുമാണോ? അല്ല. സന്യാസത്തെ തൽക്കാലം സമ്യക് ന്യാസം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം, ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടനെ നമ്മളതായി വീണ്ടും നമ്മൾ ഓരോ ഉപേക്ഷിക്കലിൻ്റെ ഒരു ഇതുണ്ടാക്കും. ഇതാണ് ഈ ബുദ്ധൻ യശോധരയെ ഉപേക്ഷിച്ചതിലൂടെ ഉണ്ടായ പ്രശ്നം. ഈ രാജ്യവും ഭാര്യയും കുട്ടിയൊക്കെ ഉപേക്ഷിച്ചു പോയാൽ കിട്ടുന്നതാണ് എന്നുള്ള ഒരു ഉപേക്ഷ ഉണ്ടായി. ബാഹ്യമായി നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിച്ച് ഏത് കാട്ടിൻ്റെ ഉള്ളിൽ പോയാലും അവസാനം ഹിമാലയത്തിൽ ഭാര്യയും കുട്ടികളുമായ കൗപീനവസ്ഥ രക്ഷിക്കാൻ എലി കരണ്ട് തിന്നുന്ന കൗപീനത്തിന് രക്ഷയ്ക്കായി, ആകെയുള്ള കൗപീനം രക്ഷിക്കാൻ പൂച്ചയെ വളർത്തിയ, പിന്നെ പൂച്ചയ്ക്ക് പാല് കിട്ടണമല്ലോ എന്ന് കരുതി പശുവിനെ വളർത്തി, പിന്നെ പശുവിനെ കറക്കാൻ വന്ന സ്ത്രീയെ വിവാഹം കഴിച്ച് അവസാനം അവിടെ ഇവിടുന്ന് ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോയ ആൾക്ക് ഇപ്പം ഹിമാലയത്തിൽ ഭാര്യയും കുട്ടികളാണ്. എല്ലാം ഒരു കൗപീനം വരുത്തി വെച്ചതാണ്. അപ്പോൾ ഇവിടെ സന്യാസം എന്ന് പറയുമ്പം സമ്യക് ന്യാസം,
ഇതിൻ്റെ അവസാന അധ്യായം തന്നെ അതാണ്, സന്യാസയോഗമാണ്. വീണ്ടും വരുന്നുണ്ടത്. ജ്ഞാനം സന്യാസ ലക്ഷണം നതു വസ്ത്രം നതു മുണ്ടനം, ശങ്കരാചാര്യർ പറയും. അപ്പോൾ ഈ സ്വാമി നിങ്ങളെപ്പോലുള്ളവരൊക്കെയോ ഞങ്ങളെ സന്യാസിമാരെന്നറിയും. ഈ സാമ്പ്രദായികമായിട്ടുള്ള രീതിയിൽ സന്യാസത്തെ സ്വീകരിച്ച് ഈ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളെ സന്യാസിമാരെന്ന് പറയും. ടീച്ചേഴ്സാണ്, സ്പിരിച്വൽ ടീച്ചേഴ്സാണ്. അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഈ സമാധിയെ അർത്ഥം പറഞ്ഞതുപോലെ. അപ്പോൾ ഇനി ഭാവിയിൽ നിങ്ങൾ ഈ സ്ലാബിട്ട് മൂടുന്നതാണ് സമാധി എന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആവരുത്. ഇവിടെ സന്യാസ ശബ്ദം കേൾക്കുമ്പം നിങ്ങൾ ഈ കാവിയിൽ നിന്നും രുദ്രാക്ഷത്തിൽ നിന്നും നീണ്ട താടി, അല്ലെങ്കിൽ ഇപ്പോൾ കുംഭമേള നടക്കുകയാണല്ലോ, അപ്പോൾ കാണുന്ന പല പല കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതെന്താണ് ഇതൊക്കെ? കാശികാനന്ദഗിരി സ്വാമിജി കുംഭമേളയിലാണ്, ഒരു കുംഭമേള നടക്കുമ്പോഴാണ് നമ്മൾ സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സ്വാമിജി വന്നിട്ട് ഇങ്ങനെ പറയും, ഇനി ഇതൊക്കെ എന്തായി തീരുമെന്ന്, ഭാവിയിലെ ഓരോരോ കുംഭമേളകളിൽ വരുന്ന മാറ്റങ്ങളും അത് ധർമ്മത്തിൽ നിന്ന് എങ്ങനെയാണ് അകന്നകന്ന് പോകുന്നത് എന്നുള്ളത്. കുംഭമേളയിൽ ആളുകൾ പോകുന്നത് എന്തിനാ? ജ്ഞാനികളായിട്ടുള്ള ആളുകൾ വന്ന്, സത്രമാണ് അവിടെ, ജ്ഞാന ചർച്ചകൾ നടക്കും, ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ. അതുണ്ട്, കുംഭമേളയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഹരിദ്വാറിലെ കുംഭമേള നടക്കുമ്പോൾ അതിനൊരു വേറൊരു സ്വഭാവമാണ്. കൂടുതലും ജ്ഞാനപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവിടെ, അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനം. അത് പല വലിയ വലിയ സ്ഥലങ്ങൾ, ഗംഗാതീരത്ത്, ഗംഗാതടത്തിൽ പല ശാസ്ത്രവിചാരങ്ങളാണ്. എല്ലാം ഉണ്ടാവും. ഉപനിഷത്തും രാമായണവും മഹാഭാരതവും എല്ലാം, ഹനുമാൻ ചാലീസ, സകല ഗ്രന്ഥങ്ങളുടെയും പഠനവും ചർച്ചകളും, ഓരോരോ മഹാത്മാക്കൾ വന്ന് ഓരോരോ വിഷയങ്ങളെ സംസാരിക്കുന്നതാണ്. ജ്ഞാനികളുടെ മാറ്റുരയ്ക്കലാണ്. അപ്പം ഇന്നെന്ന ആളുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ വലിയ ആളുകൾ വന്ന് ഇരിക്കും. ഭയങ്കര രസമാണത്. ഇപ്പം നമ്മൾ ഈ കുംഭമേളയിൽ കാണുമ്പോൾ ഈ തലയിൽ ഗ്യാസൊക്കെ കത്തിച്ച് വെച്ച്, ഗ്യാസ് ലൈറ്റ് വെച്ച്, കുറേ തലയോട്ടികളൊക്കെ കഴുത്തിലിട്ട് ആളുകളെ പേടിപ്പിച്ച്, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ഓരോരോ സമ്പ്രദായത്തിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളും വർഷത്തിൽ ഈ പറഞ്ഞ പോലെ 6 വർഷം 12 വർഷമൊക്കെ കൂടുമ്പോൾ പുറത്തിറങ്ങുന്നതാണ്. തുണിയുള്ളതും തുണി ഇല്ലാത്തതും ഒക്കെ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ നാട്ടിലെ ഈ സദാചാരവാദികളൊന്നും അവിടേക്ക് പോകാത്തത് നന്നായിരുന്നു. സ്ത്രീകൾക്ക് തന്നെ നൂൽബന്ധമില്ല, ഭസ്മം പൂശിയിരിക്കുക. എന്തൊക്കെയെന്ന് പറയാം, പലതും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ ഗീതയിൽ ഇതൊക്കെ പറയും. അശാസ്ത്രം, ഘോരം ഒക്കെ പറയുന്ന കാഴ്ചകൾ കാണാം നമുക്ക്. അപ്പോൾ സന്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളതൊന്നും അതിലേക്കൊന്നും പോവരുത്. തൽക്കാലം ഇവിടെ മനസ്സിലാക്കുന്നത് അതിമനോഹരമായ യാതൊരു വിധത്തിലുമുള്ള മൽപ്പിടുത്തവും കൂടാത്ത ഉപേക്ഷയാണ്, അനായാസേനയുള്ള. അതിപ്പോൾ നിങ്ങളിങ്ങനെ ഉമ്മറത്തിരുന്നിങ്ങനെ പത്രം വായിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു, ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ വെയിൽ വന്നിങ്ങനെ കുറച്ച് വെയിൽ കൂടുതലായിട്ട് നിങ്ങളുടെ കൈയുടെ ഒരു ചെറിയൊരു ഭാഗത്ത് കുറച്ച് ചൂട് കൂടുതൽ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ കൈ പതുക്കെ മാറ്റുന്നില്ലേ? അത്രയേ ഉള്ളൂ. വളരെ ബലം കൊടുത്തിട്ടോ, ബലം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നുമില്ല. അനായാസേന
ബുദ്ധൻ പറയും ഒരു ചുള്ളിക്കമ്പ് ഒടിക്കുന്നത് പോലെയെന്ന്. അപ്പം സന്യാസ കർമ്മയോഗ, കർമ്മയോഗവും അതെന്താണ്? ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള കർമ്മം ചെയ്യല. അർജുനൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് സ്ഥിതപ്രജ്ഞൻ്റെ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അയാളെല്ലാം ചെയ്യുന്നുണ്ട്, പ്രലപൻ, വിസർജൻ, ഗൃണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ, പക്ഷേ നൈവ കുർവൻ നൈവ കാരയൻ. ഞാൻ ചെയ്യുന്നു എന്ന്, ഞാൻ എന്ന അഹങ്കാരത്തെ, മിഥ്യാഭിമാനത്തെ ഉപേക്ഷിച്ചിട്ടുള്ളവനാ. അപ്പം കർമ്മയോഗി എന്ന് പറഞ്ഞാൽ അതാണ്. രാവിലെ മുതൽ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ, നമ്മൾ അങ്ങനെയുള്ളവരെയാണ് കർമ്മയോഗി എന്ന് പറയാം. രാവിലെ മൂപ്പര് എഴുന്നേക്കും, എന്നിട്ട് മരണം കിളക്കലാണ്, അല്ലെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി, ഇങ്ങനെ ഒരു എന്താ പറയുക വിശ്രമമില്ലാതെ നടുവൊടിച്ച് ജോലി ചെയ്യുന്നവരെ കർമ്മയോഗി എന്ന് പറഞ്ഞു കളയും. അയാൾക്ക് കുറേ സ്ഥാപനങ്ങളുണ്ട്. രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അയാൾ ഇവിടെയാണ്, അത് കഴിഞ്ഞാൽ അവിടുന്ന് ഉടനെ ഇവിടെ എത്തി, അതിലെത്തി, ഇവിടെ എത്തി, അവസാനം അമ്പലത്തിലെ കമ്മിറ്റി പ്രസിഡൻ്റാണ്. അങ്ങനെ അമ്പലത്തിൽ പ്രസിഡൻ്റായിട്ട് അവിടെ ഉത്സവം നടക്കുമ്പോൾ ആളുകൾ പറയുന്ന കർമ്മയോഗിയായ നമ്മുടെ ശ്രീധരേട്ടൻ കർമ്മയോഗിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല കർമ്മയോഗി. രമണ മഹർഷി പറയുന്നുണ്ട്, ജഗത ഈശധീ യുക്ത സേവനം അഷ്ടമൂർത്തി ഭൃദേവ പൂജനം. ജഗതീശ്വരൻ, അഷ്ടമൂർത്തിയായിട്ടുള്ള ജഗതീശ്വരനായിട്ടുള്ള പൂജ, ആ നിലയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ വിസ്തരിച്ച് അതിനെ മനസ്സിലാക്കാൻ പോവുകയാണ്. വിസ്തരിച്ച് എന്താണ് സന്യാസ കർമ്മയോഗ, സന്യാസവും കർമ്മയോഗവും ഉഭൗ രണ്ടും നിശ്രേയസകരൗ, നിശ്രേയസകരാവുഭൗ, നിശ്രേയസകരൗ ഉഭൗ നിശ്രേയസകരൗ. ഇത് രണ്ടും എന്താണ്? മോക്ഷത്തിന്, നിശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് ഉതകുന്നതാണ് രണ്ടും. അപ്പോൾ വീണ്ടും ഭഗവാൻ ഇതിനെ രണ്ടാക്കി. ഒന്നാണ് അർജുനനോട്, ഒന്നാ പറഞ്ഞു തരാൻ പറഞ്ഞത്. അർജുനനോട് പറയാം ഇത് രണ്ടും. കർമ്മസന്യാസാത്, എന്നാൽ അതിൽ കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗ വിശേഷ, കർമ്മയോഗം വിശേഷമാണ്. എന്താണ് കർമ്മസന്യാസവും കർമ്മയോഗവും? കർമ്മസന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുക. ഭഗവാൻ പറഞ്ഞു അതൊരു മണ്ടത്തരാണ് അർജുന. നഹി കശ്ചിക്ഷണമപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യദേഹ്യവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. പ്രകൃതി പ്രപഞ്ചത്തിൽ ഒന്നും കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥ ഇല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്ന് നമ്മൾ കണ്ടു. അത് രാവിലെ തന്നെ മൺവെട്ടി എടുത്ത് കിളക്കുക എന്നുള്ള ഇത് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ജോലികളെക്കുറിച്ചല്ല കർമ്മം എന്ന് പറയുന്നത്. അതും കർമ്മമാണ്. അപ്പം കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതല്ല അർജുന. കർമ്മയോഗമുണ്ട്. അതിനെ മിഥ്യാചാരൻ എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ആരാണ്? കർമ്മേന്ദ്രിയർ കർമ്മയോഗം ആരഭതേ സ വിശിഷ്യ. എന്നാൽ മനസ്സുകൊണ്ട് ഒന്നും ചെയ്യാതെ, നമ്മളതിനൊരു ഉദാഹരണവും കഥ പറഞ്ഞിട്ടുള്ള വേദാന്തം പറയുമ്പോൾ പ്രസിദ്ധമായ കഥ എന്താണ്? ഗംഗാനദി കടക്കാൻ നേരത്ത് ഒരു യുവതി പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശിഷ്യൻ സ്വാമി എന്ന് പറയുന്നില്ലേ, ശിഷ്യൻ ആ യുവതിയെ കൈപിടിക്കുന്നതും നടുവിൽ വെച്ച് വീഴുന്നതും അവരെ വാരിയെടുക്കുന്നതും കൊണ്ടുവയ്ക്കുന്നതും ഇതൊക്കെ കണ്ട ഗുരു അവനോട് മിണ്ടാട്ടില്ലാതെ പിന്നെ ആശ്രമത്തിൽ പോയപ്പം പറയുന്നതും എന്താ പറഞ്ഞത്? ഒരു കൈ പിടിക്കുക, പിന്നെ വെള്ളത്തിൽ വീണ് എടുക്കുക. എന്താണ് ഇതൊക്കെ? അപ്പോൾ ശിഷ്യൻ പറയുന്നില്ലേ, ഞാൻ എടുത്തു, കൈ പിടിച്ചു എന്നതൊക്കെ സത്യമാണ്, പക്ഷേ ഞാൻ കരയിൽ വെച്ചു, അങ്ങ് ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഒരാൾ കർമ്മേന്ദ്രിയൈഹി കർമ്മയോഗം ആരഭതേ, എങ്ങനെ?
അവിടെ എന്തില്ല? ഞാനെന്നും എൻ്റേതെന്നുമില്ല, സംഘമില്ല, ഒട്ടലില്ലാത്ത കർമ്മമാണ് കർമ്മയോഗം. നമ്മളങ്ങനെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു? രാവിലെ ആകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ വരുന്നു, ഇരിക്കുന്നു, ഒരു സീറ്റ് കിട്ടി അവിടെ ഇരുന്നു, ബസ് വന്ന് സീറ്റ് എടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല, നമ്മൾ പോകുന്നു. അതൊക്കെ തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ബസ്സിൽ ഒരു സീറ്റ് കിട്ടി ഇല്ല. ഇങ്ങനെ എവിടെയൊക്കെ നമ്മൾ, അവിടെയൊന്നും നമുക്ക് ഒരു സംഘവും ഇല്ലാത്തതുപോലെ എല്ലാറ്റിലും ഈ ഒരു രീതി പരിശീലിക്കുകയാണെങ്കിലോ അത് കർമ്മയോഗമാണ്. അതും കർമ്മ സന്യാസവും, കർമ്മത്തെ തന്നെ ന്യസിക്കുകയാണ്. ഇവൻ കർമ്മം തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നതോ രണ്ടാണ് അർജുന. ഭഗവാൻ ഇതിനെ അങ്ങോട്ട് വിസ്തരിക്കുകയാണ്. ഈ വിസ്താരം, ഈ അധ്യായം, സന്യാസയോഗം, ഈ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കുള്ള ഒരുപാട് സംശയങ്ങൾ, സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങൾ, നിങ്ങൾക്കിതിൽ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ അടിയിൽ എഴുതിയാൽ മതി. നിങ്ങളുടെ കൃത്യമായ സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. എന്തായാലും ഭഗവാൻ പറഞ്ഞു, ഞാൻ നിനക്ക് നാളെ പറഞ്ഞു തരാം അർജുന. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി.